ഹായ് ഓൾ, വെൽക്കം ബാക്ക്. വീണ്ടും ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. ഞങ്ങൾക്ക് 1 വീക്ക് ഇവിടെ നെറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ മഴയൊക്കെ ആയിട്ട് പിന്നെ 1 വീക്ക് എടുത്തു അത് ശരിയായി കിട്ടാനായിട്ട്. പിന്നെ കുട്ടികൾക്ക് ഓൺലൈനും മഴയൊക്കെ ആയിരുന്നു, നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ഒരു മരണമൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം പിന്നെ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. കസാഖിസ്ഥാൻ വ്ളോഗിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒട്ടും താമസിക്കാതെ ഞങ്ങളുടെ ഡേ 2 വിശേഷങ്ങൾ കാണാം. Welcome to Almaty. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വ്ലോഗിൽ കണ്ട പോലെ തന്നെ ഫസ്റ്റ് ഡേ ഞങ്ങളൊരു ജസ്റ്റ് നമ്മുടെ എയർബിഎൻബിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് കിടന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു, കാരണം ഞങ്ങൾ രാത്രിയായി എത്തിയപ്പോൾ തന്നെ. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ അൾമാട്ടി വിടുവാണ്. ഞങ്ങൾ കോൾസേ ലേക്കും ഷാരിയൻ കനിയോണും ഒക്കെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു 3 hours ജേർണി ഉണ്ട് അൾമാട്ടിയിൽ നിന്ന്. അപ്പൊ ഞങ്ങൾ കോൾസേ ലേക്കിന് അടുത്ത് തന്നെ ഒരു റിസോർട്ടിലാണ് ഡേ 2 ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം അൾമാട്ടി സിറ്റി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ സിറ്റി ഒക്കെ കഴിഞ്ഞിട്ടുള്ള കോൾസയിലോട്ട് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇലകളൊന്നും ഇല്ലാത്ത മരങ്ങളൊക്കെ ഇത്രയും ഭംഗിയായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഞങ്ങൾ എല്ലാവരും തന്നെ. കുളു മണാലിയിലൊക്കെ പോയെങ്കിലും ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ കാണുന്നത് എനിക്ക് ഓർമ്മയിലില്ല. അപ്പം ഇവിടെ വന്നപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വണ്ടിയിലിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് പെട്രോൾ അടിക്കാനായിട്ട് ഞങ്ങൾ നിർത്തിയതാണ്. അപ്പൊ ഈ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. മെമ്പേഴ്സ് കൂടുതലുണ്ട്. ഒരു ഗൈഡ് വലിയ വണ്ടി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പാണ് കേട്ടോ. നമുക്ക് റെസ്റ്റ് റൂം ഒക്കെ ആണെങ്കിലും യൂസ് ചെയ്യാം. നല്ലൊരു ഗ്രോസറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ നല്ല വാഷ്റൂംസ് ഒക്കെയാണ്, പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ യുഎയിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടി നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. ഒരു ലോങ് ജേർണി ആണെങ്കിലും ഞങ്ങൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് പോയത്. പിന്നെ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്നതൊക്കെ ഗോതമ്പ് പാടങ്ങളാണ് കേട്ടോ. ഇനിയും കസാഖിസ്ഥാനിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സ് കാണാം നമുക്ക്. അടിപൊളി റോഡ് റൈഡ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ബ്ലാക്ക് കനിയോൺ കാണാനാണ്. അപ്പം ഷാരിയൻ കനിയോൺ ഞങ്ങൾ നെക്സ്റ്റ് ഡേയിലോട്ടാക്കി, കാരണം ഓൾറെഡി ഉച്ചയായി. അപ്പൊ പിന്നെ ഈ ബ്ലാക്ക് കനിയോൺ കണ്ടതിന് ശേഷം ഞങ്ങൾ കോൾസേ ലേക്കിലോട്ടാണ് പോകുന്നത്. അല്ലെ റിസോർട്ടും കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ലല്ലോ. അപ്പൊ ബ്ലാക്ക് കനിയോണിൽ എത്തിയിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ ഞങ്ങള് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് കനിയോൺ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന്റെ ഡബിളിന്റെ ഡബിൾ ആണ് ഷാരിയൻ കനിയോൺ. അപ്പൊ അത് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പൊ ഇത് ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ബ്ലാക്ക് കനിയോൺ എന്ന് പറയുന്നത്. അതിന് ഇടയിലൂടെയുള്ള അരുവി അത് നല്ല ബ്ലൂ കളറായിരുന്നു കേട്ടോ. അത് കാണാനായിട്ട് പ്രത്യേക രസമായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഷാരിയൻ കനിയോണിൽ നമുക്ക് അരുവിയുടെ അവിടെ വരെ പോകാം. ഇവിടെ പക്ഷെ നമുക്ക് അങ്ങനെ പോകാനുള്ള സംവിധാനമൊന്നുമില്ല, മേളിൽ നിന്ന് കാണാമെന്നേ ഉള്ളൂ. ഈ പാറ കഷ്ണങ്ങളൊക്കെ കാണുമ്പം ശരിക്കും ഒരു മാസിലൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ കാണത്തില്ല, അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് US-ലുള്ള ഗ്രാൻഡ് കനിയോണിന്റെ ചെറിയ സൈസിലുള്ള മറ്റൊരു കനിയോണാണ്. അപ്പൊ ബ്ലാക്ക് കനിയോൺ ചെറുതാണ്, ഇതിലും വലുതാണ് ഷാരിയൻ കനിയോൺ. US-ലൊന്നും പോയി കാണാൻ, അത്രയും ദൂരം ഒന്നും പോയി കാണാൻ ആഗ്രഹമില്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ കസാഖിസ്ഥാനിലൊക്കെ പോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അപാര തണുപ്പും നല്ല കാറ്റ് വരുന്നു. തണുപ്പ് നമുക്ക് പിന്നെയും കുഴപ്പമില്ല, കാറ്റ് വരുമ്പോഴത്തേനാണ് നമുക്ക് ഭയങ്കര അൺസഹിക്കബിൾ ആകുന്നത്. നല്ല വെതറും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. Silly me, thinking you and her could work things out. I'm a third wheel on this broken car. You're a mess.
so hard to be real. Speak the truth. Say you're sorry, hear her out. You're too proud, like a child. You think time will tell and sort things out, but you know well aside, you never will if അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറേ നല്ല ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങള് പിന്നെയും യാത്ര ആരംഭിച്ചു. ഞങ്ങളിപ്പോ കോൾസ ലേക്കിന്റെ അടുത്തോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത് സൂപ്പർ ആയിരുന്നു കേട്ടോ, പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഫുൾ നിങ്ങൾക്ക് കാണാമല്ലോ, മഞ്ഞ് കാണാൻ തുടങ്ങി, മൗണ്ടൻസ് കാണാൻ തുടങ്ങി. അപ്പൊ നമ്മളൊരു ഹൈ റേഞ്ച് ഏരിയയിലോട്ടാണ് പോകുന്നത്. കുറച്ചുകൂടെ നിങ്ങളൊരു ഫെബ് ഒരു ഡിസംബറിലൊക്കെ വന്നാൽ ഇത് ഫുള്ളും മഞ്ഞ് പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ മാർച്ചിൽ പോയതുകൊണ്ട് തന്നെ എന്നാലും ഇത്രയും മഞ്ഞ് മാർച്ചിലും ഉണ്ടായിരുന്നു. അതേസമയം നിങ്ങൾ സമ്മർ ഓട്ടം സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ പച്ചപ്പായിരിക്കും. ഓട്ടം സീസണിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ഓട്ടം ലീവ്സിന്റെ ഒക്കെ കളേഴ്സ് അറിയാലോ, അതുപോലെ ആയിരിക്കും. ഓരോ സീസണിലും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് വിന്റർ ടൈം പോയതുകൊണ്ട് ഒരു വിന്റർ ബ്യൂട്ടി ആയിരുന്നു, അടിപൊളിയായിരുന്നു. മഞ്ഞിന്റെ ഒക്കെ കളർ കാണുമ്പോ എന്താ പറയാ, നല്ല വൃത്തിയുള്ള മഞ്ഞ്. പറയാൻ കാരണം കുളു മണലിലൊക്കെ പോകുമ്പോൾ ചെളി പുരണ്ട അങ്ങനത്തെ ഒക്കെ മഞ്ഞായിരുന്നു കൂടുതലും. ഇവിടെ നല്ല വൃത്തിയുള്ള മഞ്ഞ് കാണുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും. അതുപോലത്തെ നല്ല വൃത്തിയുള്ള മഞ്ഞായിരുന്നു കേട്ടോ, നല്ല വെള്ള കളറില് ഭയങ്കര രസമായിരുന്നു. രണ്ട് സൈഡിലും മഞ്ഞ് പൊതിഞ്ഞ് മൗണ്ടൻസിനിടയിലൂടെ റോഡിൽ കൂടെ പോകാനായിട്ട് ഈ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. Take me back to the old dirt road where Mama and Papa used to go. Let's sing all them songs from a long time ago and pine for them old days of yore. Well, let me run through the breeze like the leaves on the trees. Let me fly like the leaves when. അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ നിർത്തി ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം ഈ വരുന്ന വഴിക്ക് തന്നെ ബോർഡർ ഉണ്ടായിരുന്നു, അവിടെ ആർമിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ പാസ്പോർട്ടൊക്കെ കാണിക്കണം. പിന്നെ നമുക്കൊരു ഗൈഡ് കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ നിൽക്കാൻ പോകുന്ന റിസോർട്ടിന് ഉള്ളിലോട്ട് പുറത്തുനിന്നുള്ള വണ്ടി അലൗഡ് അല്ല. അപ്പൊ ഞങ്ങള് അവര് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നതിന് ശേഷം അവരെ വിളിച്ചിട്ട് അവര് വണ്ടി അയച്ചിട്ട് ആ വണ്ടിയിലാണ് ഞങ്ങൾ റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ റിസോർട്ടുകാർ നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു സ്ഥലത്ത് വരുമ്പോഴത്തേന് അവരെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളത്. കാരണം അതിനുശേഷം നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. അതുപോലെ തന്നെ ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പൊ അവര് ഇന്ന സമയത്ത് നമ്മളൊരു ഇത്ര മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് അവർക്കറിയാം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ചെന്നപ്പോൾ അവരുടെ വണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം അവരുടെ വണ്ടിയിൽ റിസോർട്ടിലോട്ടുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ ജീവിതത്തിൽ മറക്കത്തില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഇതുവരെയും ഓഫ് റോഡും കാര്യങ്ങളും ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഒരു ലാൻഡ് ക്രൂസർ ആയിരുന്നു വണ്ടി, ഓഫ് റോഡാണ്, അതും മഞ്ഞിലൂടെ പോകുന്ന ഓഫ് റോഡാണ്. അപ്പൊ വണ്ടി ലിറ്ററലി തെന്നുന്നൊക്കെ ശരിക്കും ഫീൽ ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള വണ്ടി അവർ അലൗഡ് അല്ലാത്തത്. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഓഫ് റോഡ് റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫുൾ മഞ്ഞാണ്, മഞ്ഞിന് മേളിൽ കൂടാണ് യാത്ര. അയ്യോ, ആ ഒരു യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മിക്കവരും കോൾസ ലേക്ക് കണ്ടിട്ട് അന്ന് തന്നെ തിരിച്ച് അൾമാട്ടിലോട്ട് മടങ്ങുവാണ്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്കൊരു ഈ ഒരു റിസോർട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ റിസോർട്ടുമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, കണ്ടു നോക്കുക ഈ ഓഫ് റോഡ്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്നൊന്നും അറിയില്ല, ഹാൻഡും ഒക്കെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു, എങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഓഫ് റോഡ് റൈഡ് ഒന്ന് കണ്ടു നോക്കുക.
അപ്പോൾ ഒരു അടിപൊളി ഓഫ് റോഡിന് ശേഷം ഞങ്ങൾ റിസോർട്ട് എത്തി. അപ്പം ഫസ്റ്റ് തന്നെ ഒരു ക്വിക്ക് റൂം ടൂർ കാണിക്കാം. അപ്പം ഞങ്ങളുടെ റൂം വരുന്നത് 3rd ഫ്ലോറിലാണ്. Welcome to Nomad Village. അപ്പം നമ്മുടെ ഈ റിസോർട്ടിന്റെ പേര് നൊമാഡ് വില്ലേജ് എന്നാണ്. കോൾസേ ലേക്ക് വ്യൂ ആയിട്ട് വരുന്ന ഏക ഒരു റിസോർട്ടാണ് അവിടെ ഉള്ളത്. നേരത്തെ മുൻകൂട്ടിയൊക്കെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കാരണം വളരെ കുറച്ച് റൂംസ് ഒക്കെ ഉള്ളൂ. നിങ്ങൾക്ക് കാണാമല്ലോ, കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ട്രീ ഹൗസ് മോഡലിലുള്ള ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ട്. താഴെ ഒരു വലിയ കിങ് സൈസ് ബെഡ് ആണുള്ളത്. നല്ല ലേക്ക് വ്യൂ വരുന്ന ഒരു ബാൽക്കണി ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ബാത്റൂമും ഒക്കെ ആയിട്ട് നല്ലൊരു റൂമായിരുന്നു. പിന്നെ വുഡൻ ഫ്ലോർ ആണ്, കാരണം തണുപ്പുള്ള കൺട്രി ആണല്ലോ, അതുകൊണ്ട് വുഡൻ ഫ്ലോർ ഒക്കെ ആയിരുന്നു. ശരിക്കും ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ശബ്ദവും നല്ല കുലുക്കും ഒക്കെയാണ്. അങ്ങനത്തെ ഒരു എന്താ പറയാ ഫ്ലോറിംഗ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതുപോലെ തന്നെ സെയിം ആണ് എന്റെ പേരൻസിന്റെ റൂമും. അവർക്കും ഇതുപോലെ തന്നെ ഒരു സെയിം റൂമായിരുന്നു. ബാത്റൂം ഒക്കെ നല്ല നീറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഹീറ്റർ ഉണ്ട്. അപ്പം ഹീറ്റർ ഓൺ ചെയ്താണ് പറ്റത്തുള്ളൂ, AC ഒന്നും ഇടാനേ പറ്റത്തില്ല, നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ 4 ഡിഗ്രി ഒക്കെ ആയിരുന്നു. പിറ്റേന്ന് രാവിലെയൊക്കെ -1 ഡിഗ്രിയും സ്നോഫോളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് അപാര വ്യൂ. ഞാൻ വ്യൂ കാണിക്കാം ഇനി. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കായിരിക്കും മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 3-3:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ക്ലൗഡി ആയിരുന്നു, കാരണം തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ലൗഡി ആയിരുന്നു. വീഡിയോയിൽ വലിയ വെട്ടമില്ലാത്തത് അതുകൊണ്ടാണ്. ഇത്രയും സീനിക് ആയിട്ടുള്ള നമ്മൾ മലകളും അതിന്റെ ഇടയ്ക്കൂടെ അരുവി ഒഴുകുന്ന നമ്മൾ കുഞ്ഞിലെയൊക്കെ പെയിന്റ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് കോൾസേ ലേക്കാണ്. ഫ്രോസൺ ആയിട്ടുള്ള കോൾസേ ലേക്കാണ്. ഇതുപോലെ ഫ്രോസൺ ആയിട്ടുള്ള ലേക്കൊന്നും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇപ്പൊ കാണുന്ന ഒരു ലുക്കേ അല്ലായിരുന്നു നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ കണ്ടത്. കാരണം ഈ ഒരു മല ഫുള്ളും മഞ്ഞായിരുന്നു, വൈറ്റ് കളറായിരുന്നു. ഇപ്പൊ ഞങ്ങൾ വൈകുന്നേരമായപ്പോ ആ മഞ്ഞൊക്കെ അലിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ മഞ്ഞ്. മലയാണ് കാണുന്നത്. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഓരോ സീസണിലും വരുമ്പോൾ അതിൻ്റെതായ വ്യത്യാസമുണ്ട് ഈ വ്യൂ കാണാനായിട്ട്. നിങ്ങൾ ഒരു വിന്റർ വരുമ്പോൾ ഈ ഒരു വ്യൂ ആയിരിക്കും, നിങ്ങൾ ഇനി സമ്മർ വരുമ്പം ഈ ഒരു വ്യൂ ആയിരിക്കും. ഇത് ഹോട്ടലുകാർ നമുക്ക് വീഡിയോസ് അയച്ചു തന്നതാണ് ഞങ്ങൾ ബുക്ക് ചെയ്യാവുന്ന സമയത്ത്. ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന വഴിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ തന്നെ 4:30 ആയി. ഇതാണ് അവരുടെ റെസ്റ്റോറന്റ് കേട്ടോ. റെസ്റ്റോറന്റിൽ നിന്നൊക്കെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഫുൾ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ ലുക്കായിരുന്നു. പുറത്ത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ തണുപ്പ് കാരണം നമുക്ക് പുറത്തിരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ മഴയും ചാറുന്നുണ്ടായിരുന്നു. അപാര ലുക്കായിരുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ, ഫുൾ ഗ്ലാസ് ആണ്. അപ്പൊ നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കാം. അപ്പൊ ഫുഡും കാര്യങ്ങളും എല്ലാം കിട്ടും, പാസ്ത, നൂഡിൽസ്, പിസ്സ എല്ലാം കിട്ടും. പക്ഷെ കുറച്ച് ടൈം എടുത്തു കേട്ടോ, കാരണം ഒത്തിരി ആൾക്കാരൊന്നും പറയാനായിട്ടില്ല. കാരണം 4:30 ആയി ഓൾറെഡി, ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു. അപ്പൊ അവര് ഒന്നേതിനി ഉണ്ടാക്കിക്കൊണ്ട് വരണമല്ലോ, അപ്പൊ അതിൻ്റെതായ താമസം എടുത്തു. അപ്പൊ ഇതിന് പുറത്തോട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. സ്റ്റെപ്പ് ഉണ്ട്, താഴെ വരെ പോകാം. ഫുൾ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ, ചുറ്റും ക്രിസ്മസ് ട്രീസ് ആയിരുന്നു. പണ്ട് ഞങ്ങൾ ബാക്കുവിൽ പോയപ്പോഴും ഇതുപോലെ കുറേ ക്രിസ്മസ് ട്രീ അടുത്ത് കാണാനും എന്താ പറയാ അതൊക്കെ ഫീൽ ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കാണുന്നത് ഇഗ്ലൂ ഹൗസസ് ആണ്. അവിടെയും നമുക്ക് സ്റ്റേ ചെയ്യാം കേട്ടോ. അതും റൂമുമായിട്ടൊക്കെ ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ്. പക്ഷെ അവിടെ കിഡ്സ് അലൗഡ് അല്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നപ്പോൾ തന്നെ 6:30 ആയി. പിന്നെ ഞങ്ങൾ പുറത്തോട്ടൊന്നും അങ്ങനെ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ. കാരണം എല്ലാവരും ടയേർഡായിരുന്നു, കാരണം ഇത്രയും വലിയൊരു ജേർണി കഴിഞ്ഞ് വന്നതാണ്. ഞാൻ നല്ല ടയേർഡായിരുന്നു, കാരണം ഫീഡിങ് ചെയ്യുന്നത് കൊണ്ട് ഉറങ്ങിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിറ്റേന്നായിരുന്നു ബാക്കി ഞങ്ങൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തത്. ഞങ്ങൾ നേരത്തെ കിടക്കുകയും ചെയ്തു കേട്ടോ എല്ലാവരും. രാത്രി ആകുന്തോറും തണുപ്പ് നന്നായിട്ട് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴത്തേനും -1 ഡിഗ്രി 2 ഡിഗ്രി ഒക്കെ ആയിരുന്നു കേട്ടോ ഫോണിൽ കാണിക്കുന്നുണ്ടായിരുന്നത്. ഇത് ബാൽക്കണി എന്നുള്ള വ്യൂ ആണ്. ബാൽക്കണിയിലൊക്കെ ഇറക്കുമ്പോഴത്തേന് പല്ല് കൂട്ടിയിടിക്കുന്ന പോലെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഇപ്പൊ തന്നെ ഈ വീഡിയോ നല്ല ലെന്തി ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഡേയുടെ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് വരാം.
അപ്പോൾ മോൻ മേളിൽ കയറി കിടക്കാൻ. അവൻ കുറച്ചു നേരമൊക്കെ മേളിൽ കയറിയുള്ളൂ, കൂടെ ഞാനും കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവൻ അപ്പയുടെയും അമ്മയുടെയും കൂടെയാണ് കടന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.